ഹായ് ഹലോ മോംസ് വീട്ടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നല്ല ചൂടൊക്കെ അല്ലേ, അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പാൽ സർബത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ലിറ്റർ പാല് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് നല്ലതുപോലെ ഒന്ന് പാല് ഇളക്കി നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ പാലൊന്ന് തിളയ്ക്കാറായി വരുന്ന സമയത്ത് ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നിറച്ച് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കുക. അതിട്ട് കൊടുത്ത് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. മധുരത്തിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ തിളച്ച് തൂവിപ്പോവാതെ അടുത്ത് നിന്ന് തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് ഇതിങ്ങനെ പൊങ്ങി മറിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുന്നത്. കുറച്ചൊന്ന് കുറുകി വരുമ്പോൾ നമുക്കത് മാറ്റാം. അപ്പം കണ്ടോ, ഈ പരുവത്തിലേക്ക് നമുക്കൊന്ന് ഇത് ഇറക്കി മാറ്റി വയ്ക്കാം. ഇത്രയും മതിയാവും. ഇനി ഇത് നല്ലപോലെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് 2-3 മണിക്കൂർ വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുക്കുക. അപ്പോൾ ഇപ്പോൾ ആ പാല് ഞാനിതാ അതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ 1 ആപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വിത്തില്ലാത്ത മുന്തിരിയില്ല, കറുത്ത മുന്തിരി, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലൊരു മണമൊക്കെ കിട്ടാനായിട്ട് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊരു 1/2 ടീസ്പൂണോളൊക്കെ മതിയാവും. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു ഏത്തപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് തന്നെ അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ ഒരു 2 ടീസ്പൂൺ നിറച്ച് ചിയാ സീഡ് ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാൽ സർബത്താണ് നമ്മളിവിടെ തയ്യാറാക്കിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാകുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇതുവരെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ഞാൻ ഇതുവരെ എത്തി. തുടർന്നും എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം. അതുണ്ടെങ്കിൽ മാത്രമേ എനിക്കിതിൽ നിന്ന് എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഉറപ്പായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ നാളെ ഇതുപോലെ ഈ സമയത്ത് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ.